ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ സംഭവം അത്ര വേഗം മറക്കാൻ കഴിയുമോ? സമീപവാസിയായ അർജുൻ എന്ന യുവാവിനെ പ്രതി ചേർത്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും നീതിദേവതയും ആ കുടുംബിനോട് കരുണ കാട്ടിയില്ല. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയായിരുന്നു പ്രതിയെ വെറുതെ വിടാനുള്ള കാരണം. വിചാരണ കോടതി പ്രതിയെ കുറ്റവിമുക്തനാക്കി 1 വർഷം കഴിഞ്ഞിട്ടും കേസിൽ ഇതുവരെയും പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ വാദം തുടങ്ങാനുമായിട്ടില്ല. കേസിൽ കഴിഞ്ഞ 3.5 വർഷമായി നീതി തേടി അലയുകയാണ് ആ പെൺകുട്ടിയുടെ കുടുംബം. പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് പെൺകുട്ടിയുടെ പിതാവിനും അടുത്ത ബന്ധുക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നൽകിയ ഉറപ്പാണ് നടക്കാതെ പോയത്. പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിന് പിന്നാലെയാണ് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കൊപ്പം കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ സന്ദർശിച്ചത്. കുടുംബത്തിന് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ അറിയിച്ചു. പിന്നാലെ സർക്കാരിന്റെ ആവശ്യപ്രകാരം 3 അഭിഭാഷകരുടെ പേരുകൾ കുടുംബം സമർപ്പിച്ചു. വാളയാർ കേസിൽ കോടതിയിൽ ഹാജരായ അഭിഭാഷകരുടെ പേരുൾപ്പെടെയാണ് നൽകിയിരുന്നത്. എന്നാൽ പ്രതി പുറത്തിറങ്ങി 1 വർഷം കഴിഞ്ഞിട്ടും പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഒരു പ്രതി ഇപ്പോഴും പുറത്തിറങ്ങി അവൻ ഫ്രീ ആയിട്ട് ഒരു ദിവസം ഇല്ലാതെ അവന്റെ ജോലി അവന്റെ കാര്യങ്ങൾ അവന് സന്തോഷമായിട്ട് നടക്കുക. ഇപ്പോഴും ഞങ്ങള് ദുഃഖത്തിലാണ്. ഞങ്ങൾ കരയാത്ത ദിവസങ്ങളില്ല. അതേപോലെയാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ വിധി കിട്ടാൻ വേണ്ടി, ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. സുപ്രീം കോടതിയിലാണെങ്കിലും നമ്മൾ പോകും എന്നുള്ളതാണ്. ഇവിടെ 1 വർഷമായിട്ട് ഞങ്ങൾ ഈ മാസം കേസ് വരും, ഓരോ മാസവും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരും ഇതുവരെ വന്നിട്ടില്ല. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത്. സമീപവാസിയായ അർജുനാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 2021 സെപ്റ്റംബർ 21-ന് കേസിൽ കുറ്റപത്രവും സമർപ്പിച്ചു. വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ വർഷം ഡിസംബർ 14-ന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞു. അർജുനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധിയിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു. പോലീസിന്റെ വീഴ്ചയ്ക്കെതിരെ വലിയ പ്രതിഷേധവും സമര പരമ്പരകളും അരങ്ങേറി. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വണ്ടിപ്പെരിയാർ SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ DYSP ആയ സുനിൽകുമാറിനെ കഴിഞ്ഞയിടെ സർവീസിൽ തിരിച്ചെടുത്തു. പോലീസിന്റെ വീഴ്ച മൂലമാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് ഹൈക്കോടതിയിൽ തെളിയിക്കാനുള്ള കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി.